ലൂക്കാ സുവിശേഷം 19 അധ്യായം 26 ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. വചനം അടിവരയിടുകയാണ്. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ള എന്ന് തോന്നുന്നത് പോലും എടുക്കപ്പെടും. വലിയ ഒരു കൗതുക വചനമാണിത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നവന് വീണ്ടും വീണ്ടും കിട്ടുന്നതിൻ്റെ കാര്യം എന്താണ്? നമുക്കെല്ലാവരും തോന്നുന്നത് സ്വാഭാവികമായ ചോദ്യമാണ്, എന്താ അവന് വീണ്ടും വീണ്ടും കിട്ടുന്നത്? സ്നേഹമുള്ളവരെ, തന്നത് നീ എന്ത് ചെയ്തു എന്ന് ജീവിതത്തോട് ചോദിക്കണം. ഉള്ളവന് വീണ്ടും വീണ്ടും ലഭിക്കുന്നെങ്കിൽ ആ ലഭിച്ചത് അവൻ പൂർണ്ണമായും വിനിയോഗിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്, ലഭ്യമായത് നമ്മൾ എന്ത് ചെയ്തു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കിട്ടിയില്ല എന്നതിൻ്റെ പരാതിക്ക് പകരം നിനക്ക് തന്നത് നീ എന്ത് ചെയ്തു? അതിലാണ് അത്ഭുതമിരിക്കുന്നത്. വീണ്ടും സ്വർഗം നിനക്കായി തരുന്നതിൻ്റെ കാരണം നീ തന്നത് വിനിയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ജീവിതത്തിലേക്ക് കൃപ നിറയുന്നെങ്കിൽ അതിൻ്റെ കാരണം, സ്നേഹമുള്ളവരെ, നീ ഒരിക്കലായി നിനക്ക് നൽകപ്പെട്ടത് പൂർണ്ണമായും വിനിയോഗിച്ചു എന്നതുകൊണ്ടാണ്. നിന്നിൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടുന്നെങ്കിൽ, സ്നേഹമുള്ളവരെ, നിന്നിലേക്ക് ഇനി കൃപ തന്നിട്ട് കാര്യമില്ല. കാരണം നീ വിനിയോഗിക്കുന്നില്ല എന്ന് സ്വർഗത്തിന് തിരിച്ചറിവ് ലഭിക്കുന്നത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, ഈ ലഭിച്ച കൃപകളെ പ്രയോജനപ്പെടുത്താൻ, ഇരട്ടിയാക്കാൻ ശ്രദ്ധിക്കണം. അത് നിൻ്റെ കൃപകളെ വർദ്ധിപ്പിക്കും. അനുഗ്രഹമാവട്ടെ. ആമേൻ.